നൈറ്റ് സ്വിം ഈ വർഷം ആദ്യം തിയേറ്ററുകളിൽ റിലീസായി ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഹൊറർ സിനിമ. ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന്. ഒരു കപ്പിള്, അവരുടെ 2 കുട്ടികൾ, ഇവർ പുതുതായിട്ട് ഒരു വീട് വാങ്ങുന്നു. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകുന്നു അവരുടെ സ്വിമ്മിംഗ് പൂള് പ്രേതബാധ ഉള്ളതാണ് എന്ന്. ഇതാണ് സിംപ്ലി പ്ലോട്ട് എന്ന് പറയാം. പടത്തിന്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഒരു ഹോണ്ടഡ് സ്വിമ്മിംഗ് പൂൾ എന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ, അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് വളരെ എൻഗേജിംഗ് ആണ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ പടത്തിന് ആകെ ഒരു 1.5 മണിക്കൂർ ദൈർഘ്യമുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞത് ആദ്യത്തെ 1 മണിക്കൂർ നല്ല എൻഗേജിങ്ങും അതുപോലെ വർക്കായ കുറച്ച് ജംസ്കെയർ സീൻസ് ഒക്കെ ആയിട്ട് നമ്മളെ അത്യാവശ്യം പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ആ പൂളിൽ ആ പയ്യൻ ഇറങ്ങിപ്പോയിട്ട് സൈഡിലെ ഹോളിലേക്ക് കൈയിടുന്ന സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് പഴയ IT സിനിമയിലെ അത് ഓർമ്മ വന്നു. മാർക്കോ പോളോ എന്ന് പറഞ്ഞുള്ള ഹൈഡ് ആൻഡ് സീക്ക് സീൻസ് ഒക്കെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. പ്രകടനങ്ങളെല്ലാം നന്നായിരുന്നു. പ്രത്യേകിച്ച് കുട്ടികളുടെ പ്രകടനം എടുത്തു തന്നെ പറയണം. ഈ പടത്തിലെ നായകനെയും അതുപോലെ ഈ പടവും കണ്ടിട്ട് മലയാളത്തിലേക്ക് ഈ പടം റീമേക്ക് ചെയ്യാൻ ഒരു പക്ഷേ പൃഥ്വിരാജ് വരാൻ സാധ്യതയുണ്ട്. ഇഫ് യു നോ യു നോ. ക്യാമറ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഗ്രാഫിക്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി പടത്തിന്റെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ക്യാരക്ടേഴ്സിനെ ഒന്നും നന്നായിട്ട് എഴുതിയിട്ടില്ല എന്ന് തോന്നി. ഇപ്പോൾ മകന് ചെറിയ എന്തോ ഒരു പ്രശ്നമുണ്ട്, ബേസ്ബോൾ പേടിയുണ്ട്, ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അതിലൊന്നും ഒരു വ്യക്തതയില്ല, അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ആ പാർട്ടി പൂളിലെ ബലൂൺ സീന്, മിക്സി വർക്ക് ചെയ്യുന്ന സീൻ, അങ്ങനെ കുറെ ജംസ്കെയർ സീനായിട്ട് കാണിച്ചത് കണ്ടപ്പോൾ ഇത് പേടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഒന്ന് പോടാവേ എന്ന് പറയാൻ തോന്നി. അത്രയ്ക്ക് പേടിയൊന്നും തോന്നിയില്ല. കുറെ പാഴായിപ്പോയ ജംസ്കെയർ സീൻസും പടത്തിൽ എവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പടത്തിന്റെ ക്ലൈമാക്സ് എനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല. ഒരു ഹൊറർ അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഉണ്ടല്ലോ, അതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. അത് എങ്ങനെ അവർ സോൾവ് ചെയ്യുന്നു എന്നുള്ളതിനൊന്നും ഒരു ഗുമ്മില്ലായിരുന്നു. റെബേക്ക സാംസിന്റെ ബാക്കപ്പ് സ്റ്റോറിയും അവരുടെ അമ്മയുടെ കാര്യവും ഒന്നും അത്ര എഫക്റ്റീവായിട്ട് വന്നതായിട്ട് തോന്നിയില്ല. ഒരു കുഞ്ഞു സ്പോയിലർ ആണേ, അതിന് മാത്രം സ്പോയിലറായിട്ടൊന്നുമില്ല. ഒരു 10 സെക്കൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഈ റെബേക്കയുടെ വീട്ടിൽ നായികയോട് പുള്ളിക്കാരുടെ അമ്മ കഥയൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നന്നായിട്ട് പേടിപ്പിക്കുന്ന രീതിയിൽ ആ സ്ത്രീ തിരിച്ചു വരുന്ന ഒരു സീനുണ്ട്. ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ആ നായിക ഒരുമാതിരി കൂളായിട്ട് ഇറങ്ങിപ്പോയി. ബട്ട് വൈ? സ്പോയിലേഴ്സ് കഴിഞ്ഞു. ചുരുക്കത്തിൽ വളരെ മികച്ചതാക്കാൻ പറ്റിയ ഒരു ഐഡിയ ആയിരുന്നു, നല്ലൊരു തോട്ടായിരുന്നു. കുറച്ചുകൂടി അത് ഡെവലപ്പ് ചെയ്ത് കുറച്ചുകൂടി ബെറ്റർ ആക്കി ചെയ്യാമായിരുന്നു എന്ന് തോന്നി. ഞാൻ ഇതിന് 2.5 എന്ന റേറ്റിംഗ് ആണ് നൽകാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പടം VOD ആയും അല്ലെങ്കിൽ ആമസോൺ പ്രൈമിൽ VPN വെച്ചോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിലോ ഒക്കെ ഡൗൺലോഡ് ചെയ്തൊക്കെ കാണാൻ കഴിയും. ഹൊറർ പ്രേമികൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് ഹൊറർ സിനിമകൾ ഇഷ്ടമാണെങ്കിൽ അവർക്കും പടം നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.